പ്രിയപ്പെട്ടവരെ, KSTA കാസർഗോഡ് ജില്ലാ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകരുടെ കലാസൃഷ്ടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടത്തിവരാറുള്ള സർഗ സൃഷ്ടിയുടെ 9ാമത് എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഇന്ന് കലാവേദി അണിയിച്ചൊരുക്കുന്നു ശബ്ദ നാടകം നന്മയുടെ പൂമരം. ഇത് ആസ്വദിക്കുന്നതിനായി നിങ്ങളേവരെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, ഏവർക്കും KSTA ചെറുവത്തൂർ ഉപജില്ലാ കലാവേദിയുടെ അഭിവാദ്യങ്ങൾ. ശബ്ദ നാടകത്തിലേക്ക് നിങ്ങളേവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. ആശയം പ്രസാദ് കണ്ണൂർ. ശബ്ദം നൽകിയവർ അജയൻ വെള്ളൂർ, ജയദീപ് നടക്കാവ്. ശബ്ദനാടകം നന്മയുടെ പൂമരം. ഇന്ന് ആ ഗൾഫുകാരനെ പീഞ്ഞ് ഒരു 10,000 ഒപ്പിക്കണം. അതിന് അയാളെ കാണുന്നില്ലല്ലോന്ന്. നേതാവേ, ഒരു കല്ലെടുത്തെറിഞ്ഞാലോ? ഓ എടാ പൊട്ട, ഒന്നും മിണ്ടാതിരുന്നേ. നിന്റെ തല തിരിഞ്ഞൊരു പുത്തി. കല്ലെറിയണോ ചില്ല് തറക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. കേട്ടോടാ ബൂത്ത് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി പറയുന്നത് കേട്ടാ മതി. ഞാനാ നിന്റെ ഹൈക്കമാൻഡ്. തിരിഞ്ഞാ ഓലക്ക മണ്ഡലം കമ്മിറ്റി ആകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് വാർഡിന്ന് 5 വോട്ട് കിട്ടിയില്ല. ബൂത്തെ എന്നാ പറഞ്ഞ എന്തെന്ന്? ഹൈക്കമാൻഡ് പറയുന്നത് പോലെ ചെയ്യാന്ന് പറയായിരുന്നു. ആ അങ്ങനെ പറ. നിനക്ക് നല്ല സ്ഥാനം കിട്ടണമെങ്കിൽ എൻ്റെ W ഗ്രൂപ്പിൽ തന്നെ നിന്നോ. W ഗ്രൂപ്പാ? അതെപ്പുണ്ടാക്കി നീ? അതൊക്കെ ഉണ്ടാക്കി. A മുതൽ V വരെയുള്ള അക്ഷരങ്ങളിലൊക്കെ ഗ്രൂപ്പായി. ഇനി ഈ W മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ഉണ്ടാവും നേതാവേ. എനിക്ക് രോമാഞ്ചം വന്നിട്ട് വയ്യ. വിളിക്കട്ടെ നേതാവേ മുദ്രാവാക്യം. മഹാത്മാഗാന്ധി കീ ജയ്, ഉൽപ്പലാക്ഷൻ കീ ജയ്. എനക്ക് മുന്നേ നീ എന്തിന് വേറെ ആക്ക് ജയ് വിളിക്കുന്നു? ബൂത്ത് കമ്മിറ്റി വേണ്ട. എന്റെ ഉൽപ്പലാക്ഷൻ നേതാവേ, അത് വെറുതെ ഒരു ഗമക്കങ്ങ് വിളിച്ചതല്ലേ. വേണ്ടെങ്കിൽ വേണ്ട, മാറ്റി വിളിക്കാം. മഹാത്മാഗാന്ധിക്ക് ജയില്ല, ഉൽപ്പലാക്ഷൻ കീ ജയ്. ആ മതി. നിന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കാം. നീ വന്നേ. അയാൾ പുറത്തിറങ്ങില്ലല്ലോ. നീ ആ റെസീറ്റ് കുറ്റിയെടുത്ത് എൻ്റെ പിറകെ തന്നെ വാ. നമസ്കാരം. എന്താ നിൽക്കുന്നത്? ഇരിക്കുപ്പാ. ഞാൻ ഉൽപ്പലാക്ഷൻ, മണ്ഡലം കമ്മിറ്റി. ഞാൻ പൊന്നപ്പൻ, വെറും ബൂത്ത് കമ്മിറ്റി. ആ മാസ്കെല്ലാം ഊരി വെക്കുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെ, നമ്മൾ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് എത്ര കാലായിന്നറിയാം. സമരം എന്ന് പറഞ്ഞങ്ങ് ഇറങ്ങുമ്പോ നമ്മൾ ഇതങ്ങ് ഊരി എറിയും. അതൊക്കെ വിശദമായിട്ട് പിന്നീട് പറയാം. ഇപ്പം നമ്മുടെ ആഗമന ഉദ്ദേശം അത് പറയാം. അതെന്തുദ്ദേശം? എടാ, വന്ന കാര്യം പറയാന്ന്. ഓ, നേതാവിന്റെ ഒരു പാണ്ഡിത്യം, ഒരൊന്നൊന്നര പാണ്ഡിത്യം തന്നെ. അപ്പോ കാര്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ കാര്യങ്ങളൊക്കെ അറിയാലോ.
ആളിപ്പടരുകയാണ് ഞങ്ങളുടെ സമരങ്ങൾ. പടർന്നില്ലെങ്കിൽ ഞങ്ങൾ പടർത്തും. എന്ന് കൊറോണ അല്ല അല്ല അല്ല, സമരം 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 സമരം. അപ്പൊ കാര്യം പറയാം. സമരത്തിന് കുറേ ചെലവുണ്ടല്ല. ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു യാത്ര നാളെ തുടങ്ങുന്നുണ്ട്. അതെ, ജനമോചന ജലസേചന യാത്ര. അതിന്റെ പിരിവാണ്. ഒരു 10,000 അങ്ങോട്ട് എഴുത്. ഗൾഫിൽ നിന്ന് വന്നതല്ലേ. അതൊന്നും വേണ്ടോ. കൊറോണ കാരണം ബുദ്ധിമുട്ടായിരിക്കും. ഒരു 10,000 മതി. എന്നാ ശരി, നമ്മൾ നേതാവിന്റെ ഒരു മനസ്സ്, തങ്കപ്പെട്ട മനസ്സന്നെ. 10,000 മതി. മകനാണല്ലേ? മോനെ, വേഗം പോയി റെഡി ആയിക്കോ. ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും. ഇവിടുത്തെ സ്കൂളിൻ്റെ കാര്യമൊക്കെ മഹാ അബദ്ധാന്നേ. പഠിക്കലും പഠിപ്പിക്കലും ഒക്കെ കണക്കന്നേന്ന്. നമ്മൾ വന്നാ ഇതൊക്കെ അങ്ങ് പൊളിക്കും. വിദ്യാഭ്യാസ മേഖലയൊക്കെ തകർത്തില്ലേന്ന്. നമ്മളുണ്ടാക്കിയ കച്ചവട സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തരിപ്പണായില്ലേ. നമ്മളെ ഫണ്ടിന്റെ കാര്യം. നിങ്ങളിവിടെ ഇരിക്കുക, ഞങ്ങൾ പോയിട്ട് വരാം. അല്ലപ്പോ ഇയാളിതെങ്ങോട്ടേ പോന്നു? അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ല. വാ, നമുക്ക് പോവാം. ഹലോ, പിരിവ് തന്നില്ലെങ്കിൽ ഞങ്ങൾ വിടൂല. അല്ല, ഇയാളിതെന്ത് പോക്കാ പോന്നു? ഇയാളീ സർക്കാർ സ്കൂളിലേക്കാന്നല്ല കേറി പോന്ന്. അങ്ങോട്ട് കയറണ്ടാന്ന്. അത് സർക്കാർ സ്കൂളാണ്. മഹാകച്ചറ സ്ഥലപ്പ. നിങ്ങളെ കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ പഠിക്കുന്നത്, പിന്നെന്തിന് ഇങ്ങോട്ട് കയറി വന്നിന്? അതെ, അവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി അവൻ പഠിക്കുന്നത് ഇവിടെയാ, ഈ സ്കൂളിൽ. അവൻ പഠിക്കട്ടെ നന്മയുടെ, സ്നേഹത്തിന്റെ, ഒരുമയുടെ നല്ല പാഠങ്ങൾ. ഇതെല്ലാം വേറും തട്ടിപ്പാന്ന്, കൺകെട്ടുന്ന്. 5 വർഷം മുമ്പ് ഇടിഞ്ഞു വീഴാറായ ചുമരുകളിൽ തകർന്ന മേൽക്കുരയുമായി ശവം പേറി നിന്ന കെട്ടിടം. ഇന്നിതിന്റെ കീർത്തി ലോകം മുഴുവൻ പരന്നിരിക്കുന്നു. നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ അതേ വിദ്യാലയം എന്ന നേതാവ് വിട്ടോ? അല്ല, അപ്പോ ഈ ജലസേചന ജനമോചന യാത്രയുടെ ഫണ്ട്, നിങ്ങളുടെ തട്ടിപ്പൊന്നും ഈ കേരളത്തിൽ നടക്കൂല. വന്ന വഴി ഓടിക്കോ. അപ്പം നമ്മുടെ പരിപ്പ് ഈ കാലത്തിൽ വേവൂലാന്നാ തോന്നുന്നു. വാ, അടുത്ത കാലം നോക്കാം. നേതാവേ, അടുത്ത കാലം നോക്കാം. ഹൈടെക് സ്കൂള്, ലാബ്, ലൈബ്രറി, കമ്പ്യൂട്ടർ, മൾട്ടിമീഡിയ, കളിസ്ഥലം, ഓൺലൈൻ ക്ലാസ്. രക്ഷയില്ലടോ. ഹൈടെക് സ്കൂള്, ലാബ്, ലൈബ്രറി, കമ്പ്യൂട്ടർ, മൾട്ടിമീഡിയ റൂം, കളിസ്ഥലം, ഓൺലൈൻ ക്ലാസ്. രക്ഷയില്ല. പൂക്കൾ ചിരിക്കുവാൻ മണ്ണു വേണം, മണ്ണു നന്നാകുവാൻ വിളകൾ വേണം.